ലിബി, ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5. സംശയമൊന്നുമില്ലല്ലോ. നിഷാൻ, ലോക പരിസ്ഥിതി ദിനം അത് ആചരിക്കുന്ന സംഘടന ഏതാണ്? UNEP. UNEPയുടെ ഫുൾ ഫോം പറയാമോ? യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം. എങ്കിൽ UNEPയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് നെയ്റോബിയാണ്. ശരിയായ ഉത്തരവാണ്. കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബി. ഓക്കെ. എങ്കിൽ UNEPയുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിക്കാം എന്നുള്ള തീരുമാനമെടുത്തത് ഏതു വർഷമാണ്? 1972 തീരുമാനമെടുത്തത്. ആദ്യത്തെ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചതോ? 1973. ഓരോ വർഷവും പരിസ്ഥിതി ദിനം ആചരിക്കാൻ തീരുമാനിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ആ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നതിന് ഒരു രാജ്യമുണ്ട്. നമ്മളതിനെ ആതിഥേയ രാജ്യം അല്ലെങ്കിൽ ഹോസ്റ്റ് കൺട്രി എന്ന് വിളിക്കും. ഇത്തവണത്തെ ആതിഥേയ രാജ്യം ഏതാണ്? അസർബൈജാൻ. ശരിയായ ഉത്തരവാണ്. കഴിഞ്ഞ വർഷത്തെ കാലാവസ്ഥ ഉച്ചകോടിയൊക്കെ നടന്നത്, COP29 ഒക്കെ നടന്നത് അസർബൈജാനിലാണ്. അങ്ങനെയെങ്കിൽ നിഷാനോടൊരു ചോദ്യം. അസർബൈജാൻ എന്ന് പറയുമ്പോൾ തന്നെ അസർബൈജാന്റെ തലസ്ഥാനമാണ് അതിന്റെ പ്രധാനപ്പെട്ട വേദിയാകുന്നത്. ബാക്കു. ശരിയായ ഉത്തരവാണ്. ബാക്കു. കറക്റ്റ്. ഒരു ചോദ്യം കൂടി. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആര്? പ്രൊഫസർ ആർ മിശ്ര. ശരിയായി മനസ്സിലായല്ലോ, ഒന്നുകൂടെ പറയാം. പ്രൊഫസർ ആർ മിശ്ര. എങ്ങനെയാ? ആൾക്കാർ ചിലപ്പോ തെറ്റിദ്ധരിക്കും. രംഗനാഥ് മിശ്ര എന്ന് പറഞ്ഞ വേറൊരു വ്യക്തിയുണ്ട്. ആർ മിശ്ര എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും മിക്സപ്പ് ആയി പോകുന്നത്. ഇത് രാംദിയോ മിശ്ര. ശരിയാണ്. അങ്ങനെ തന്നെ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് രാംദിയോ മിശ്ര. ഓക്കെ. എങ്കിൽ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിലെ ഒരു മാതാവ് മേധാ പട്കർ. ശരിയായ ഉത്തരവാണ്. മേധാ പട്കർ ആണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ്. എങ്കിൽ മേധാ പട്കർ എങ്ങനെയാണ് നമുക്ക് പ്രശസ്ത? ഒരുപാട് പരിസ്ഥിതി പ്രവർത്തനങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഏത് നദിയെ സംരക്ഷിക്കാൻ? ഏത് സംസ്ഥാനത്ത്? ഉത്തർപ്രദേശ്. എവിടെ കിടക്കുന്നു? നർമ്മദ. ഗുജറാത്ത് ആണ്. നർമ്മദയും താപ്തിയും ഒക്കെ വിന്ധ്യ സത്പുര പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളാണ്. ഉത്തർപ്രദേശ് അങ്ങ് മേളിൽ, വടക്ക്. കേട്ടോ. ഓക്കെ. എങ്കിലും ഒരു ചോദ്യം കൂടി. നർമ്മദ ബച്ചാവോ ആന്തോളൻ അതിന്റെയൊക്കെ പ്രവർത്തകയാണ് മേധാ പട്കർ എന്ന് പറഞ്ഞു. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവാണെന്നും പറഞ്ഞു. നർമ്മദയിൽ നദിയിലെ ഏത് അണക്കെട്ടിനെതിരെയായിരുന്നു പ്രധാനമായിട്ടും? സർദാർ സരോവർ അണക്കെട്ടിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾക്ക് അവരുടെ വീടും ജീവനും ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു. അതിനെതിരെയുള്ള സമരമായിരുന്നു. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. സർദാർ സരോവർ അണക്കെട്ടിൽ ആ നർമ്മദ ബച്ചാവോ ആന്തോളന്റെ ഭാഗമൊക്കെയായി പ്രവർത്തിച്ച് തനിക്ക് തന്റെ പുസ്തകങ്ങളുടെ റോയൽറ്റിയിലൂടെ കിട്ടിയ തുക മുഴുവൻ അതിനുവേണ്ടിയൊക്കെ വിനിയോഗിച്ച ആക്ടിവിസ്റ്റ് കൂടിയായ ഒരു മലയാളി എഴുത്തുകാരിയുണ്ട്. മലയാളി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ജനിച്ചു വളർന്ന എഴുത്തുകാരി. അവരെഴുതുന്നത് ഇംഗ്ലീഷിലാണ്. ആക്ടിവിസ്റ്റ് ആണ്. മേധാ പട്കർക്കൊപ്പമൊക്കെ നിന്ന് നർമ്മദ ബച്ചാവോ ആന്തോളന്റെയൊക്കെ സജീവ പ്രവർത്തകയാണ്. കേന്ദ്ര ഗവൺമെന്റിനെ അല്ലെങ്കിൽ ഭരിക്കുന്ന ഗവൺമെന്റുകളെ വിമർശിക്കുന്നയാളാണ്. ആരായിരിക്കും? അരുന്ധതി റോയ്. നല്ല ഗസ്. അരുന്ധതി റോയ്. ശരിയായ ഉത്തരവാണ്. ഓക്കെ. അടുത്തത് ജൈവ കൃഷി. ഇപ്പൊ എല്ലായിടത്തും കേൾക്കുന്നതാണ് കൃഷിയിലും മാലിന്യം, വിഷം എന്നൊക്കെ പറഞ്ഞ്. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആര്? ഏത് നാട്ടുകാരനാണെന്ന് പ്രത്യേകം ചോദിക്കേണ്ടല്ലേ? റഷ്യക്കാരനായിരിക്കും. പേര് മസനോബു ഫുക്കുവോക്ക. ഓക്കെ. ആധുനിക പരിസ്ഥിതി ജപ്പാൻ. റഷ്യ എന്നാണ് ഞാൻ പറഞ്ഞത്. സോറി, ജപ്പാൻ. ഫുക്കുവോക്ക ജപ്പാൻകാരൻ. ഓക്കെ. എങ്കിൽ അടുത്ത ചോദ്യം. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ്. ഇന്ത്യയുടെ അല്ല, റേച്ചൽ കേഴ്സൺ. ശരിയായ ഉത്തരവാണ്. നിഷാൻ എങ്ങനെയാ റേച്ചൽ കേഴ്സനെ പരിചയം? സൈലന്റ് സ്പ്രിംഗ്. പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ പരിസ്ഥിതി പ്രവർത്തകരുടെ ബൈബിൾ എന്നൊക്കെ അറിയപ്പെടുന്ന സൈലന്റ് സ്പ്രിംഗ്, അതിന്റെ എഴുത്തുകാരിയാണ് റേച്ചൽ കേഴ്സൺ. സൈലന്റ് സ്പ്രിംഗിലൂടെ വെളിച്ചത്ത് വന്നത് ഏത് കീടനാശിനിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ്? DDTക്കെതിരെ വ്യാപകമായി ശ്രദ്ധ കൊണ്ടുവന്ന ഒരു പുസ്തകം തന്നെയായിരുന്നു സൈലന്റ് സ്പ്രിംഗിലൂടെ റേച്ചൽ കേഴ്സൺ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവാകുകയും ചെയ്തു. ഓക്കെ. ആ കാര്യം കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. നിബി, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ആരാണെന്ന് അറിയോ? ഡോക്ടർ MS സ്വാമിനാഥൻ. അപ്പോൾ ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ്. ഏത് നാട്ടുകാരനായിരുന്നു നോർമൻ ബോർലോഗ്? മെക്സിക്കോക്കാരനായിരുന്നു. സ്വാഭാവികമായിട്ടും ലോകത്ത് ഹരിത വിപ്ലവം ആദ്യമായി തുടങ്ങുന്നതല്ല, ഇതിന് തുടക്കം കുറിച്ച സ്ഥലം മെക്സിക്കോയാണ്. നോർമൻ ബോർലോഗിലൂടെ ഹരിത വിപ്ലവം. എന്താണ് ഹരിത വിപ്ലവം? ഏഷ്യയിൽ ഹരിത വിപ്ലവത്തിന്റെ തുടക്കം ഉണ്ടായ രാജ്യം
ഫിലിപ്പൈൻസ്. കറക്റ്റ് ആണ്. എന്താണ് ഹരിത വിപ്ലവം? ഹരിതവിപ്ലവം ഈ വിളകളൊക്കെ കൂടുതൽ ഉണ്ടാക്കാനുള്ള വിപ്ലവം. എങ്ങനെ? ശാസ്ത്രത്തിലൂടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളൊക്കെ ഹൈ യീൽഡിംഗ് വെറൈറ്റീസ് ഒക്കെ കണ്ടെത്തി അതിലൂടെ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ഉൽപ്പന്നങ്ങൾ, കൂടുതൽ വിള ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള കാർഷിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയതാണ്. ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അവർക്ക് മാർക്കറ്റിംഗ് ഫെസിലിറ്റി, ക്രെഡിറ്റ് ഫെസിലിറ്റി നൽകി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ നോർമൻ ബോർലോഗ് ആണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ചോദ്യം, ഏതിനത്തിൽ? സമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടിയ കാർഷിക ശാസ്ത്രജ്ഞനാണ് ആര്? നോർമൻ ബോർലോഗ്. ശരിയായ ഉത്തരവാണ്. അപ്പോൾ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് വർഷം? 1966 ഹരിത വിപ്ലവത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിക്കുന്നത്. എങ്കിൽ ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യമൊക്കെ നിങ്ങൾ ഓൾറെഡി പറഞ്ഞല്ലേ? ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അദ്ദേഹം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പ്രശസ്തമായ 2 ഗോതമ്പ് ഇനങ്ങളുണ്ട്. ഏതൊക്കെയാ? സർബദിയും സെറോണയും. ഇതാ നിബിയെ മലർത്തി അടിച്ചുകൊണ്ട് നിഷാൻ, കാരണം നിഷാൻ ഇതിന്റെ നോട്ടൊക്കെ പ്രത്യേകം നോക്കിയിട്ടുണ്ടായിരുന്നു, എങ്കിലും അവനിത് ഉത്തരം പറഞ്ഞിരിക്കുകയാണ് സർബദി സെറോണ. ഓക്കെ, നിബിക്കൊരു അവസരം. മങ്കൊമ്പുകാരൻ എം എസ് സ്വാമിനാഥൻ, എന്താണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം? എം എസ് സ്വാമിനാഥൻ. എം എസ് എന്ന് വിശദീകരിക്കാമെന്നാണ് ചോദ്യം. മങ്കൊമ്പ് മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ. വീണ്ടും ഇതാ നിഷാന്റെ ആഹ്ലാദ പ്രകടനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിബിക്ക് ഉത്തരം പറയാൻ പറ്റുന്ന ഒരു 2 ചോദ്യങ്ങൾ കൂടി കൊണ്ടുകൊണ്ട് നമുക്ക് തൽക്കാലം ഇന്നത്തെ ആദ്യത്തെ ഇത്തവണത്തെ എം എസ് സ്വാമിനാഥന്റെ ജീവചരിത്രമാണ്. ദ മാൻ ഹൂ ഫീഡ്സ് ഇന്ത്യ. ദ മാൻ ഹൂ ഫീഡ്സ് ഇന്ത്യ. ഇന്ത്യക്കാരെ മുഴുവൻ ഊട്ടിയ മനുഷ്യരാണ് എം എസ് സ്വാമിനാഥൻ. ആരാണ് ആ പുസ്തകം രചിച്ചത്? പ്രിയന്തവയല്ല, പ്രിയംവദ. ഏതാ? പ്രിയംവദ ജയകുമാർ. ശരിയായ ഉത്തരവാണ് നിഷാൻ. പ്രിയംവദ ജയകുമാർ. ഓക്കെ, ഈ മറ്റൊരു ഇന്ത്യയിൽ നിന്നുള്ള വളരെ പ്രശസ്തമായ ഒരു പരിസ്ഥിതി പ്രസ്ഥാനമാണല്ലോ ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ സുന്ദർലാൽ ബഹുഗുണ. ശരിയായ ഉത്തരവാണ്. ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ആലിംഗനം ചെയ്യുക, കെട്ടിപ്പിടിക്കുക. ചിപ്കോ പ്രസ്ഥാനക്കാർ ആരെയാണ് കെട്ടിപ്പിടിച്ചത്? മരങ്ങളെ. കാട്ടുകള്ളന്മാരിൽ നിന്നും മരങ്ങളെ നശിപ്പിക്കാൻ വരുന്നവരിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഗ്രാമം അപ്പാടെ നിന്ന് മരങ്ങളെ കെട്ടിപ്പിടിക്കുകയായിരുന്നു. ഓക്കെ, ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ആ ഉത്ഭവത്തിന് കാരണമായ സ്ഥലം, ഈ സമരം ആലിംഗനം, ചമോലി. ശരിയായ ഉത്തരവാണ്. ഉത്തർപ്രദേശിലെ ചമോലിയിൽ നിന്നാണ്. ഓക്കെ, ചിപ്കോ എന്ന് കേൾക്കുമ്പോൾ അതിനോട് സാമ്യമുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പേര് ഞാൻ പറയാം. അപ്പിക്കോ പ്രസ്ഥാനം. ശരിയാണ്. ചിപ്കോ കേട്ടാൽ കൂടെയുള്ളത് അപ്പിക്കോ പ്രസ്ഥാനമാണ്. അപ്പിക്കോ പ്രസ്ഥാനം ഏത് സംസ്ഥാനത്താണ് പ്രധാനമായിട്ടും? കർണാടകയിലാണ് അപ്പിക്കോ പ്രസ്ഥാനം വന്നത്. അങ്ങനെയെങ്കിൽ അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ പാണ്ഡുരംഗ് ഹെഗ്ഡെ. ശരിയായ ഉത്തരവാണ് പാണ്ഡുരംഗ് ഹെഗ്ഡെ. പുതിയ അധ്യയന വർഷത്തിലെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയ ചോദ്യങ്ങളുടെ ആദ്യത്തെ വീഡിയോയാണ്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പിന്നാലെ പഠിക്കാനുണ്ട്. പുതിയ പരിസ്ഥിതി ചോദ്യങ്ങളുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്ന് നിഷാൻ.